മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസി നടത്തുന്ന അന്വേഷണം, മാസപ്പടി ആരോപണം. ഇതിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെപ്പറ്റി കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ വരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയൊരു നീക്കം, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ദുരൂഹ ഇടപാടിൽ CMRനെതിരെ കൃത്യമായ തെളിവുകൾ സമർപ്പിച്ച് വാദങ്ങൾ ഉയർത്തി ED സംഘം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിലാണ് ഏറ്റവും അധികം നടുക്കം സൃഷ്ടിച്ചിരിക്കുന്നത്. ക്ലിഫ് ഹൗസിൽ പോലും ഇപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭൂചലനങ്ങൾ സംഭവിച്ചിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഒരു പോലീസിന് പോലും സമൻസ് അയച്ച് ചോദ്യം ചെയ്യാനായി സാധിക്കുന്ന ഒരു കേസായി തന്നെയാണ് ഇതിനെ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വീണ വിജയനിലേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പോലും നേരിട്ട് കടന്നു ചെല്ലാമെന്നാണ് ED കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ഉൾപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ സംസ്ഥാന പോലീസിന് അങ്ങനെ കേസെടുത്ത് അന്വേഷിക്കാമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാകുന്നത്. 2 തവണ ഇക്കാര്യം കാട്ടി DGPക്ക് കത്ത് നൽകിയിരുന്നു. പക്ഷേ എന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഏവർക്കും അറിയാവുന്നതാണ്. വഞ്ചനാകുറ്റം, ഗൂഢാലോചനാ കുറ്റങ്ങൾ അടക്കം നിലനിൽക്കുമെന്നും ED സംഘം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കൃത്യമായ നിയമങ്ങൾ പാലിച്ചല്ല CMRL പ്രവർത്തിക്കുന്നത് എന്നുള്ളത് 2019 ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ തന്നെ കണ്ടെത്തിയ ഒരു വസ്തുതയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പനി പ്രവർത്തിക്കുന്നു, അതിൽ വേണ്ട വിധത്തിലുള്ള നീക്കങ്ങൾ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായിട്ടുള്ള ഇടപാട് ഇങ്ങനെ ഒരു കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കാത്ത കമ്പനി നടത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടി എന്നുള്ളതും അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതുമാണ്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ED സംഘം ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അന്ന്, അതായത് 2019 133.82 കോടി രൂപയുടെ അനധികൃത ഇടപാടാണ് കണ്ടെത്തിയത്. 1ഉം 2ഉം രൂപയല്ല. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അടക്കം നേരിടേണ്ട സാഹചര്യത്തിൽ കമ്പനിയുടെ സുഗമമായ പ്രവർത്തനത്തിന് രാഷ്ട്രീയക്കാർ അടക്കമുള്ളവർക്ക് പണം നൽകി സ്വാധീനിച്ച് മുന്നോട്ട് പോകാനായിരിക്കണം ഒരുപക്ഷെ കമ്പനി അധികൃതർ ശ്രമിച്ചിട്ടുള്ളതെന്നാണ് ആദായ നികുതി വകുപ്പിന് മുന്നിൽ തന്നെ അവർ സമ്മതിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുമ്പോൾ അവരുടെ നിയമവിരുദ്ധമായ നീക്കങ്ങൾക്ക് രാഷ്ട്രീയക്കാർക്കടക്കം പണം നൽകി, വലിയ തോതിൽ പണം നൽകി സ്വാധീനിക്കാനുള്ളൊരു ശ്രമം തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ വീണ വിജയനേക്കാൾ ഉപരി ഈ ഒരു വിഷയം കൂടി പരിഗണിക്കേണ്ടതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക്ക് നൽകിയത് കേവലം 1,72,00,000 രൂപയാണ്. ഇതിലധികം PV എന്ന പേരിലും അതുപോലെ തന്നെ OC എന്ന പേരിലുമൊക്കെ പലർക്കും നൽകിയതായി നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. അതിനുള്ള കാരണങ്ങളും കാര്യങ്ങളും ഇതോടുകൂടി വ്യക്തമായിരിക്കുകയാണ്. വീണ വിജയന്റെ കമ്പനിക്ക് നൽകിയതും വിവിധ അന്വേഷണങ്ങളിൽ വെളിപ്പെട്ടിരുന്നുവെന്ന് ED സംഘം സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിണറായി സർക്കാരിനെ ഒരിക്കൽ കൂടി അങ്ങനെ പ്രതിരോധത്തിലാക്കുന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലവും. കള്ളപ്പണ ഇടപാടാണ് തങ്ങൾ പരിശോധിക്കുന്നതെന്നും എന്നാൽ സംസ്ഥാന പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരുന്ന ചില കുറ്റകൃത്യങ്ങൾ, നേരത്തെ പരാമർശിച്ച ഗൂഢാലോചനയും വഞ്ചനാകുറ്റവും അനധികൃത സ്വത്ത് സമ്പാദനവും അടക്കമുള്ള കാര്യങ്ങളിൽ കേസെടുക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളത് അറിയിച്ചതാണ്. ഇത്ര തവണ അറിയിച്ചിട്ട് പോലും എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത്? ഇക്കാര്യം ചോദ്യം ചെയ്ത് പൊതുതാൽപര്യ ഹർജിയും അടക്കം കോടതിയെ സമീപിക്കാനുള്ള മറ്റൊരു സാധ്യത ഇതിലൂടെ ED സംഘം ഉന്നയിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും ഈ രീതിയിൽ കോടതിയെ സമീപിക്കാൻ കഴിയുന്നതാണ്. പോലീസിന്റെ നിഷ്ക്രിയത്വം, അത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണോ അങ്ങനെ നീക്കിയത്, അങ്ങനെ ഒരു നീക്കം നടന്നത് എന്നുള്ള കാര്യം കൂടി ചോദ്യമായി ഉയരുകയാണ്. എക്സാലോജിക് CMRL അനധികൃത പണമിടപാട് സംബന്ധിച്ച കേസിൽ ED അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ശശിധരൻ കർത്ത, കമ്പനി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ നൽകിയ ഹർജിയിലാണ് ED സംഘം ഇങ്ങനെ ഒരു സത്യവാങ്മൂലം നൽകിയതും അത് സർക്കാരിനെ കൂടുതൽ ഇപ്പോൾ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെ. എതിർ സത്യവാങ്മൂലം നൽകാൻ ഹർജിക്കാർ സമയം തേടിയതിനെ തുടർന്ന് ജസ്റ്റിസ് TR രവി ഈ ഹർജി ജൂൺ 7-ാം തീയതി പരിഗണിക്കാനായി മാറ്റിവെച്ചിട്ടുണ്ട്. ECIR രജിസ്റ്റർ ചെയ്യുന്നത് മൂലം ഒരു വ്യക്തിയും കുറ്റക്കാരനാകുന്നില്ലെന്നും ഭാവിയിൽ വിചാരണയ്ക്ക് ഒരുപക്ഷെ സാധ്യത മാത്രമാണ് ഉണ്ടാകാൻ കഴിയുന്നതെന്നുമാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. കുറ്റക്കാരനായി അല്ലെങ്കിൽ പ്രതിയായി ചാർത്തപ്പെടുന്നില്ല. അന്വേഷണത്തിലൂടെ കണ്ടെത്തി വസ്തുതകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർ വിചാരണയ്ക്ക് എത്തിച്ചേരേണ്ടതുള്ളൂ. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട സാമ്പത്തിക ഇടപാടിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ തള്ളിയ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോഴാണ് ECIR അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഈ അന്വേഷണത്തെ CMRL ഇത്രയധികം ഭയക്കുന്നത്.